നല്ല ഉറപ്പാണല്ലേ? എത്ര വർഷമായ വീട്. കനകന്റെ ഈ പൈസയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവന് തോന്നും ഇതൊക്കെ അങ്ങോട്ട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് വെക്കണം. നീ സമ്മതിക്കില്ല ചേട്ടാ. അങ്ങനെ പുതിയ വീട് വെക്കണമെങ്കിൽ താഴെ വല്ലതും വെക്കാൻ പറഞ്ഞാൽ മതി. കുട്ടിയൊക്കെ അറിഞ്ഞൂടല്ലോ, ഇത് കട്ടയും കമ്പിയൊന്നും അല്ലല്ലോ. നമ്മളെ സ്നേഹവും നമ്മുടെ സന്തോഷവും നമ്മുടെ സ്വപ്നമൊക്കെ കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ വീടല്ലേ അത്. സ്വർഗം പോലത്തെ നമ്മളെ വീടാ. അതെ, ക്ലീറ്റോ പറയുന്നത് ഈ വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് ഒന്നിൽ ഇടിച്ചു പൊളിച്ച് കളയണം, അല്ലെങ്കിൽ നല്ല ഫ്ലാറ്റുകാർക്ക് കൊടുക്കണം. നല്ല ഒരു ഫ്ലാറ്റ് കെട്ട് നമുക്ക് ഓരോ ഫ്ലാറ്റിനും തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. തട്ടുംപുറത്ത് പോക്കിരി പോണന്റെ വെടിവെച്ച് കൊല്ലും ഞാൻ. പതുക്കെ പറ, ചെറുക്കം കിടന്ന് ബഹളം ഉണ്ടാകും. ഇടിച്ചു പൊളിച്ച് കളയാൻ പോണ്. നീ കൂടുതലൊന്നും നിൽക്കണ്ട, ഇവിടെ അല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം. അവിടെ ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ എപ്പോഴും അവിടെ ഇരിക്കുന്നില്ല, നീ അവിടെ ചെന്ന് ഇരിക്ക്. പറഞ്ഞേക്ക്, വാ ഇവിടെ നിരി, കാല് നീട്ടി വെച്ച്. ഞാൻ ഇനി പയ്യെ സൂക്ഷിച്ച്, ഇനി പഴുക്കാതെ നോക്കണം കേട്ടാ. പയ്യെ ചാരിരുന്നോ. അങ്ങനെ ഞാന് കാലങ്ങോട്ട് പോക്കട്ടെ, കാല് പോക്ക് മേലോട്ട് വെക്ക്. നീട്ടി വെച്ചിരിക്കണം, അപ്പൊ വേദന ഒന്നും വരൂല. ഒരു കാര്യം വേദനയൊക്കെ പെട്ടെന്ന് മാറും കേട്ടാ. സുഖമുണ്ടാ? വേദന കുറവുണ്ടാ? ഇനി പുറത്തിറങ്ങാൻ അമ്പലത്തിലോ പുറത്തങ്ങനെ പോണെങ്കിൽ മക്കളെയും കൂട്ടി വേണം പോവാൻ. ഇല്ലേ വണ്ടി വന്ന് തട്ടും. കൊച്ചു പെണ്ണൊന്നും അല്ല, മുതുകിയായി. അയ്യോ, ഒരു കൊച്ചു ചേർക്കനിരിക്കുന്നു മുതുക്കായി. എനിക്കെന്താടി ഒരു കുറവ്? കുറവൊന്നും ഇല്ലായിരുന്നു പണ്ട്. ഈ കൃതാവ് ഒക്കെ വെച്ച് പഴുതാര മീശയും വെച്ച് ഈ കുരുവി കൂടെ ഒക്കെ എന്റെ പുറകെ ഇങ്ങനെ വരുന്ന സമയത്ത് മുതുക്കായി. ഇപ്പൊ എല്ലാം പോയി, മുടിയൊക്കെ പൊഴിഞ്ഞ് മൊട്ട തലയായി. കണ്ണടച്ച് സമാധാനമായിട്ട് ഉറങ്ങിക്കാം, ഞാൻ കൂടെ ഉണ്ട്. പോവല്ലേ, ഇവിടെ തന്നെ ഇരിക്കണം. ഇതുപോലെ എപ്പോഴും എൻ്റെ അടുത്തിരുന്ന എനിക്ക് സന്തോഷമായിരിക്കും എന്നറിയാമോ. പോവല്ലേ. മക്കളെ, ഹവിൽദാർ വന്നിരുന്ന എൻ്റെ കാലിൽ മുറിവ് വെച്ച് കെട്ടി തന്ന്, എനിക്ക് പൊട്ടിട്ട് തന്ന്, എനിക്ക് കണ്ണെഴുതി തന്ന്, വിശരുണ്ട് എന്നെ വീശി തന്ന്, എനിക്ക് ചോറ് വാരി തന്ന്. അമ്മ ശരിക്കും കണ്ട അച്ഛനെ? ശരിക്കും കണ്ടടി. എങ്ങനെ നമ്മുടെ അച്ഛൻ സുന്ദരനായിരിക്കുന്നു, പക്ഷെ മുടിയൊക്കെ അങ്ങ് പോയി, പാവം നരച്ചു പോയി. കൊച്ചിറങ്ങല്ലേ അല്ല മാമ, യഥാർത്ഥത്തെ അപ്പ വന്നോ? ഒരുപാട് സന്തോഷവും ഒരുപാട് സങ്കടമൊക്കെ വരുമ്പോഴേ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർ നമ്മൾ അടുത്തുണ്ടാവണം, നമ്മൾ അറിയാതെ ആഗ്രഹിച്ചു പോകും. ഈ ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മളിങ്ങനെ വിശറി കൊണ്ട് വീശുമ്പോൾ ഒരു നനുത്ത കാറ്റിങ്ങനെ വരൂലേ, തണുപ്പുള്ളൊരു കാറ്റ്, അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ? ആ സുഖത്തിലാവുമ്പോൾ you